ഈ 10 സീറ്റുകളിൽ നമ്മൾ നിർത്തുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്നല്ല ഒരു 10 പ്രാവശ്യം വട്ടം ചിന്തിച്ചിട്ടേ നിർത്താവുള്ളൂ എന്നുള്ളൊരു എന്താ പറയുന്ന ഒരു റിക്വസ്റ്റ്, ഒരു അഭ്യർത്ഥന കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞതിൽ തന്നെ തറവാടെന്ന് പറയുന്നത് കേരള കോൺഗ്രസ്സാണ്. ബ്രാക്കറ്റില്ലാത്ത 1964 KM ജോർജ് ചെയർമാനായിട്ട് തുടങ്ങിയ കേരള കോൺഗ്രസ്സാണ് തറവാടെന്ന് പറയുന്നത്. ആ തറവാടെന്ന് പറയുന്നത് പി ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ്സാണ്. പിന്നെ അതൊക്കെ ഇപ്പോൾ ഈ ഒരു ഏതോ മാധ്യമപ്രവർത്തകർ ചോദിച്ചതിന് ജോസ് കെ മാണി ഒരു മറുപടി പറഞ്ഞതെന്നല്ലാതെ ഇപ്പോൾ UDF ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു മുന്നണി മാറ്റ ചർച്ചകൾ അവിടെ UDF അങ്ങനെ യാതൊരുവിധ മുന്നണി മാറ്റ ചർച്ചകളും നടക്കുന്നില്ല. ഇവിടെ നടക്കുന്നത് സീറ്റ് ചർച്ചകളാണ്. അത് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ അത് പൂർത്തിയാവും. കേരള കോൺഗ്രസ് ആഗ്രഹിച്ച പോലെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് അത്രയും സീറ്റുകൾ ഇക്കുറി ഉണ്ടാവുമോ? എങ്ങനെയാണ് ഈ മാധ്യമങ്ങളിൽ ഇങ്ങനെ വാർത്തകൾ കണ്ടു, അത് 2 സീറ്റ് പിടിച്ചെടുക്കും, 4 സീറ്റ് പിടിച്ചെടുക്കും, ആ സീറ്റ് പോകുന്നൊക്കെ. അങ്ങനെ ഒരു ചർച്ചകളെ ഉഭയകക്ഷി ചർച്ചകൾ ഉണ്ടായിട്ടില്ല. ഉഭയകക്ഷി ചർച്ചകളിൽ ആകെ ഉണ്ടായി വരുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് മത്സരിക്കുന്ന സീറ്റുകളിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ നിർത്തണം. കാരണം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റിലെയും വിജയം എന്ന് പറയുന്നത് മുന്നണി ഭരണത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളതിന് വളരെ നിർണായകമാണ്. അപ്പം കേരള കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളിൽ നിർത്തുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും നല്ല ഒരു വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് അവിടെ മത്സരിപ്പിക്കാവുള്ളൂ എന്ന രീതിയിലുള്ള ചർച്ചയ്ക്ക് അപ്പുറം ഈ സീറ്റ് എടുക്കുന്ന രീതിയിലുള്ള യാതൊരു ചർച്ചകളും ഉഭയകക്ഷി ചർച്ചകളിൽ നടന്നിട്ടില്ല. വിട്ടുവീഴ്ചകൾക്ക് ജോസഫ് ഗ്രൂപ്പ് അല്ലെങ്കിൽ തയ്യാറാണോ? അല്ല, അത് ഞാൻ പറയേണ്ട ഉത്തരമല്ല. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ലെന്നേ. അങ്ങനെ ഒരു സീറ്റ് ഏറ്റെടുക്കും എന്നൊരു ചർച്ച അവിടെ വന്നാൽ മാത്രമല്ലേ വിട്ടുവീഴ്ചയുടെ ഒരു സാഹചര്യമുള്ളൂ. അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. ഈ 10 സീറ്റുകളിൽ നമ്മൾ നിർത്തുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്നല്ല ഒരു 10 പ്രാവശ്യം വട്ടം ചിന്തിച്ചിട്ടേ നിർത്താവുള്ളൂ എന്നുള്ളൊരു എന്താ പറയുന്ന ഒരു റിക്വസ്റ്റ്, ഒരു അഭ്യർത്ഥന കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അല്ല. വിന്നബിലിറ്റി എന്ന് പറയുന്നത് ഈ പ്രാവശ്യം ഒരു വലിയ ഫാക്ടർ ആയിരിക്കുമല്ലോ. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്, വളരെ ടഫായിരിക്കും. അപ്പം സ്ഥാനാർത്ഥികളുടെ വിന്നബിലിറ്റി എന്ന് പറയുന്നത് ഇതിനകത്തൊരു വലിയ ഫാക്ടർ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ കോൺഗ്രസ് വെച്ച് ഈ നിർദ്ദേശം, അതായത് വിന്നബിലിറ്റി നോക്കിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥികളെ ചില ആളുകളെ അല്ല, അതിപ്പോൾ കോൺഗ്രസ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുമ്പം ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മത്സരിപ്പിക്കുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു പ്രാഥമികമായ ഉത്തരവാദിത്തമാണല്ലോ. അല്ലാതെ പുതിയ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ ഉണ്ടാവുമോ? കാരണം പല പേരുകളും നേരത്തെ തന്നെ പലയിടങ്ങളിലും അല്ല, ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ. നിൽക്കുന്ന സ്ഥാനാർത്ഥി വിന്നബിൾ ആയിരിക്കണം, വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആയിരിക്കണം. അപ്പോൾ കേരള കോൺഗ്രസ് മുന്നോട്ട് വെച്ച പല പേരുകൾ അല്ലെങ്കിൽ ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ള പേരുകൾ അത് വിജയസാധ്യത കുറവാണെന്നാണ് കോൺഗ്രസിന്റെ ഉന്നയിക്കുന്ന ഒരു വിമർശനം. അല്ല, അങ്ങനെ അവർ കൃത്യമായിട്ട് ഇന്ന ആളെന്നൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പൊതുവെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി വേണമെന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും പാർട്ടിയും സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ വിജയസാധ്യതയാണ് ഏറ്റവും വലിയ മാനദണ്ഡം.